യൂറോപ്പിൽ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ വിപുലീകരിക്കാൻ നാറ്റോ പദ്ധതിയിടുകയാണ്. അതെ, റഷ്യയിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാനും വിപുലീകരിക്കാനും നാറ്റോ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നത്. ജർമ്മൻ പ്രസ് ഏജൻസി നൽകിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ അമേരിക്കൻ ആണവായുധങ്ങൾ വിന്യസിക്കുന്നത് നാറ്റോയുടെ സജീവ പരിഗണനയിലുണ്ട്. നിലവിൽ UK-യിലെ RAF ലേക്കൻഹീത്തിൽ അമേരിക്ക തങ്ങളുടെ B-61 ബോംബുകൾ വിന്യസിച്ചിട്ടുണ്ടാകാമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാവുകയാണെങ്കിൽ പോളണ്ട്, ഫിൻലാൻഡ്, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങളെയും ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിനായി പരിഗണിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും നോൺ സ്ട്രാറ്റജിക് ആണവായുധങ്ങളാണ് ഈ വിപുലീകരണ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ശത്രു സൈന്യം, വ്യോമതാവളങ്ങൾ, തുറമുഖങ്ങൾ, കമാൻഡ് സെന്ററുകൾ, മറ്റ് സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ നേരിട്ട് ലക്ഷ്യം വയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണിവ. സ്ട്രാറ്റജിക് ആണവായുധങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ സ്ഫോടന ശേഷിയുള്ള ഇവ യുദ്ധവിമാനങ്ങൾ, ഹ്രസ്വദൂര മിസൈലുകൾ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ എന്നിവ വഴിയാണ് വിക്ഷേപിക്കുന്നത്. ശീതയുദ്ധത്തിന് ശേഷം നടന്ന ആണവ നിരായുധീകരണ പ്രക്രിയയ്ക്ക് ശേഷം നിലവിൽ ഏകദേശം 100 അമേരിക്കൻ B-61 ബോംബുകൾ മാത്രമാണ് യൂറോപ്പിലെ വിവിധ വ്യോമസേനാ താവളങ്ങളിൽ അവശേഷിക്കുന്നതെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. ഭാവിയിൽ കൂടുതൽ അമേരിക്കൻ ആണവായുധങ്ങൾ യൂറോപ്പിൽ വിന്യസിക്കാനുള്ള സാധ്യത നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടോ തള്ളിക്കളഞ്ഞില്ല. എന്നിരുന്നാലും സുരക്ഷാ കാരണങ്ങളാലും വിഷയത്തിലെ രഹസ്യാത്മകത നിലനിർത്തേണ്ടതിനാലും നിലവിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചോ പരിശോധനകളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം ബെലാറസിലേക്ക് റഷ്യ ടാക്ടിക്കൽ ആണവായുധങ്ങൾ വിന്യസിച്ചതാണ് നാറ്റോ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്. B-61 ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വേഗത്തിൽ വിന്യസിക്കാൻ നാറ്റോ അംഗരാജ്യങ്ങൾ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. അതേസമയം പോളണ്ടിലേക്ക് 5000 അമേരിക്കൻ സൈനികരെ കൂടി അധികമായി വിന്യസിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ജർമ്മനിക്ക് ശേഷം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുള്ള രാജ്യമാണ് പോളണ്ട്. പുതിയ പോളണ്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കരോൾ നാവ്റോക്കിയുമായുള്ള അമേരിക്കയുടെ അടുത്ത ബന്ധമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ യൂറോപ്പിലെ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ട്. പ്രത്യേകിച്ചും ജർമ്മനി ഈ വിഷയത്തിൽ അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഈ എതിർപ്പുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിന്നാലെ ജർമ്മനിയിൽ നിന്ന് 5000 അമേരിക്കൻ സൈനികരെ പിൻവലിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പകരമായാണോ പോളണ്ടിലേക്ക് പുതിയ സൈന്യത്തെ വിന്യസിക്കുന്നത് എന്ന കാര്യത്തിൽ പെന്റഗൺ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. അമേരിക്കയുടെ മാറിമറിയുന്ന ഈ തീരുമാനങ്ങൾ സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ നയത്തെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിരോധ കാര്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന രീതി കുറച്ചുകൊണ്ടുവരികേണ്ടതാണെന്നും സ്വന്തം നിലയിൽ പ്രതിരോധം ശക്തമാക്കണമെന്നുമാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോ വ്യക്തമാക്കിയത്. നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയെ സ്ഥിതി ചെയ്യുന്ന പോളണ്ട് റഷ്യ, യുക്രൈൻ, ബെലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. കൂടാതെ ബാൾട്ടിക് രാജ്യങ്ങളെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ സുവൽക്കി ഗ്യാപ്പ് സംരക്ഷിക്കുന്നതും പോളണ്ടാണ്. ഇതിനാൽ പോളണ്ടിന്റെ സുരക്ഷ നാറ്റോയ്ക്ക് വളരെ നിർണായകവുമാണ്. എന്തായാലും അമേരിക്കയുടെ കൂടുതൽ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളിലൊന്നായി പോളണ്ട് മാറുമെന്നാണ് നിരീക്ഷണങ്ങൾ. റഷ്യ മുന്നിൽ കണ്ട് അമേരിക്കയും യൂറോപ്പിൽ പദ്ധതികൾ നെയ്യുകയാണ്. ഇതിന്റെ അന്ത്യം എന്താകും എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.